ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള അതേസമയം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും. ചെറുപയർ തലേദിവസം കുതിർക്കാനായിട്ട് വെക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ചെറുപയർ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ? അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ചെറുപയർ കറി എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ തലേദിവസം വെള്ളത്തിൽ ഇടാണ്ടുള്ള ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ചെറുപയർ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറുപയറൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില ഒന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുപയർ വേവാൻ ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളമാണ് ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ചെറുപയറിന് 4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ ചെറുപയർ വെന്ത് വരുമ്പോൾ നല്ലൊരു വാസനയും ടേസ്റ്റാണ് അതിന് കിട്ടുക. അപ്പോൾ ഉപ്പ് ചേർക്കണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് കുക്കറിലാണ് വേവിക്കണത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിലടിക്കാം. അപ്പോൾ ചെറുപയർ 3 വിസിൽ വന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ചെറുപയർ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉള്ളി കാച്ചിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെളുത്തുള്ളി ചെറുപയർ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി താല്പര്യമില്ലാത്തവർ ഈ സമയത്ത് ചേർക്കണം എന്നില്ല. ചെറുപയർ ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളി ചേർക്കണത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളക് പൊടിയുടെ പച്ചക്കുത്തൊന്ന് പോണ വരയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുപയർ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് കയ്യിലുകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.